ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നതിലെ ബറാത്തിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനായിട്ട് ഫുൾ ഡേ ഇല്ല, ഹാഫ് ഡേ. ഞങ്ങൾക്ക് ഹാഫ് ഡേ തന്നെ എനിക്കും തന്നെ ഉച്ചയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അയില കാച്ചിയതും പട്ടാണീൻ്റെ മഞ്ഞത്താണിയും ചോറാക്കിനെ അതെല്ലാം വേവിച്ചിട്ട് ഇസാനെ കുളിപ്പിച്ചിട്ട് ഉണക്ക ഡ്രസ്സിലിട്ട് ഒരു പുതിയ ഡ്രസ്സ് ഞാൻ ഇട്ടു. പിന്നെ അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി പച്ചരി ഒരു കപ്പിൻ്റെ അത്ര പച്ചരി പാങ്ങലൊക്കെ ഇട്ടല്ലേ കുറച്ച് ഉപ്പും വെള്ളം ഊറ്റിയിട്ട് അടുപ്പിൽ വെച്ച് വിസിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ കുറച്ച് പൗത്തിയിട്ടുണ്ടായ അരി, അത് പൗത്താത്ത അരി പൗത്തിയിട്ട് അതിൻ്റെ പാങ്ങലൊക്കെ ഇട്ടെടുത്ത് എന്നിട്ടായിട്ട് പിന്നെ വെള്ളം എടുത്തിട്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഒരു 4 കട്ട വെള്ളം എടുത്തിട്ട് അതിൻ്റെ മതിയാല രാവിലെ ഒരു കട്ട വെള്ളം ഇട്ടിനെ. അങ്ങനെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് പച്ചരിയും പിന്നെ കുറച്ച് ചോറും കുറച്ച് ഉപ്പും മധുരം ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടില്ലേ വെച്ച്. അപ്പോഴേക്ക് ഞാനിവിടെ കുക്കറിൽ ഫസ്റ്റ് വെച്ച അരി ചോറായിട്ട് കിട്ടി. അപ്പം ഞാൻ ഇസാൻക്ക് ഫുഡ് കൊടുത്തിട്ടേ അങ്ങനെ ഞാൻ നേരെ എന്താക്കി ഇസാനിന് ഞാൻ ചോറെല്ലാം കൊടുത്തിട്ട് വന്നിട്ടായിട്ട് ഇത് വന്നിട്ട് നോക്കുമ്പോഴേക്ക് ബെല്ലം ഉരിയിട്ട് കിട്ടി. അങ്ങനെ ഞാൻ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ചിടിച്ച് ചോറില്ലേ അതിനടുത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് പാങ്ങലൊന്ന് ഇളക്കിയിട്ടില്ലേ അതിലേക്ക് ഇതിനെ മിക്സാക്കി കൊടുത്തിരുന്നത് ഈ ബെല്ലം എല്ലല്ല പകുതി ഞാൻ അപ്പത്തിനും വേണോ അങ്ങനെ പാതി ഒഴിച്ചിട്ട് പാങ്ങല മിക്സാക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടിയിട്ട് വെക്കണം. അപ്പോഴേക്ക് പിന്നെ ആ ബെല്ലല്ലേ ആ ഫുള്ള് ചോറിലേക്കല്ല ബെല്ലം നല്ല പാങ്ങല പിടിക്കും. എന്നിട്ട് പിന്നെ കുറച്ച് വെന്തിട്ട് വരും. എന്നിട്ട് അതിലേക്ക് 4 ഏലത്തിരി തൊല്ലിയിട്ട് അതും ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് നേരം വെക്കാം. ചെറിയ തീയിൽ വെച്ച് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് വെച്ചാൽ മതി. അതിൻ്റെ ഈ നമ്മൾ ഉപ്പാടെ മിക്സിൻ്റെ ചാറിലൊക്കെ അരിയും ചോറെല്ലാം ഇട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ഈ ബെല്ലമില്ലേ അതിനെ ഒഴിച്ചിട്ട് പാങ്ങല അരച്ചിട്ട് എടുക്കണം. അപ്പോഴേക്ക് ഇത് തിളച്ചിട്ട് വരും. തിളക്കുമ്പോഴേക്ക് ഇത് തേങ്ങ ചരച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് പാങ്ങല മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ പിന്നെ വെക്കണം. പാങ്ങല മിക്സാക്കിയിട്ടില്ലേ ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ അതിനിങ്ങനെ വെക്കണം. നല്ല ചക്കരക്കഞ്ഞി റെഡി. നല്ല തിളച്ചിട്ടാകുമ്പോഴേക്ക് കിച്ചിട്ട് വെക്കാം. നല്ല അടിപൊളി ഉണ്ടല്ലോ, ഒന്ന് ട്രൈ ആക്കി നോക്ക്. പിന്നെ അതിൻ്റെ എമ്മയില്ലേ നേരത്തെ അരച്ചിട്ട് ചുട്ടിട്ടെടുക്കാം നെയ്യപ്പം ചുടുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാൻ വെച്ച് എണ്ണ നല്ല ചൂടാകുമ്പോഴേക്ക് ഒരു കയ്യിൽ കോരിയിട്ട് ഒഴിക്കുക. ഞാൻ അരച്ചിട്ട് വെച്ച മിക്സിയല്ലേ അതിനകത്ത് ഇത്ര തിക്കല് ഇത്രയല്ല ഇതിനായിട്ട് നല്ല തിക്കാണ്. അപ്പോൾ നല്ല നെയ്യപ്പം പൊന്തിയിട്ട് വരുന്നത്. അപ്പോൾ ഞാനതും ചുട്ടിട്ടെടുത്ത് എന്നിട്ട് ഞാൻ എന്താക്കി അപ്പെല്ലാം ചുട്ടിട്ടെടുത്തിട്ടായിട്ടില്ലേ നെയ്യപ്പവും എല്ലാം ചുട്ടിട്ടായി പിന്നെ കഞ്ഞിയായി. എന്നിട്ട് ഞാൻ ഓതാൻ പോയി. യാസീനെല്ലാം ഓതിയിട്ട് വന്നിട്ട് അതെല്ലാം കുടിച്ച് പിന്നെ നെയ്ച്ചോറ് വെച്ച് നിസ്കരിച്ചിട്ട് ഓതിയിട്ട് എല്ലാമായിട്ട് ഞാൻ ഇതാക്കി അതെല്ലാം കഞ്ഞിയും കുടിച്ച് നെയ്യപ്പം തിന്ന് പിന്നെ നെയ്ച്ചോറ് വെച്ച് പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ കറി എളുപ്പത്തിലുണ്ടാക്കാൻ ചിക്കൻ കറി ഇങ്ങനെ ഞാൻ കുക്കറിൽ മറ്റേ ചില ഉള്ളിയെല്ലാം വഴറ്റണം അതിനെ കൊണ്ട് അതൊന്നും വഴറ്റുന്നൊന്നും പണിയില്ലാതെ 2 വിസിലിട്ടെങ്കിൽ നല്ല ചിക്കൻ കറിയാണ്. എല്ലാം ചിക്കനിലൊക്കെ തന്നെ ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കുരുമുളക് പൊടി മല്ലിപ്പൊടി കൊത്തമ്പരി പൊടി ഗരം മസാല ഇതെല്ലാം ഒക്കെ മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ടില്ലേ കുറച്ച് വെള്ളം വീത്തിരി വെച്ചിട്ടില്ലേ 1 വിസിലോ 2 വിസിലോ മിനിറ്റ് ഇട്ടെങ്കിൽ നല്ല ചിക്കൻ കറിയുമായി. അങ്ങനെ നെയ്ച്ചോറും കോയിൻ്റെ മഞ്ഞത്തണ്ണി ആക്കിയിട്ട് ഞങ്ങൾ കാസർഗോഡ് കോയിൻ്റെ മഞ്ഞത്തണ്ണിയും ചെന്ന് കോഴിക്കറീനെ അങ്ങനെ പങ്ങല വേവിച്ചിട്ട് റായത്തായി. അൽഹംദുലില്ലാ. ഞങ്ങളെ ബറാത്ത് വിശേഷങ്ങൾ ഇത്രമാത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഇടുക, ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പോകും. എല്ലാവരും ഒക്കെ സബ്സ്ക്രൈബ് ആക്കാത്തവർ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇത് ഇന്നല്ലേ എല്ലാവർക്കും ബറാത്ത്. ഞങ്ങൾക്ക് ഇന്നലെ ഇത് ഞാൻ ഇന്ന് വോയിസ് കൊടുക്കുന്നത്. ഇന്നലെ എടുത്ത വീഡിയോ ഇന്നലത്തെ ദുബൈയിൽ ഇന്നലെ ബറാത്ത്. എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും എല്ലാവരും ഒരു കമൻ്റ് ആക്കുക. പിന്നെ സബ്സ്ക്രൈബ് ആക്കാത്തവർ സബ്സ്ക്രൈബ് ആക്കിയവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക്. അപ്പോൾ ഞങ്ങൾ വരാത്ത വിശേഷം ഇത്ര തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബായ്.